കണ്ടോ വലിയ മീനാ. ആരെയും വിളിക്കണോ? പാമ്പാണ് മീൻ. എന്താ കണ്ടോ പുറത്ത് എന്താ പോയി. എന്നൊരു സുഖമില്ലാത്തത് നോക്ക്. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ മീൻ തേടി വന്നിരിക്കുന്നത് ഒരു മനോഹരമായിട്ടുള്ളൊരു വയലിൻ്റെ വരുമ്പത്താണ്. ഈ ഒരു പാടം എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ മീൻ ഇവിടെ ഉണ്ട്. കാരണം വെള്ളം പെട്ടെന്ന് ഇറങ്ങിപ്പോയുണ്ട്, ചളിയിൽ മുങ്ങിക്കിടക്കാം മീൻ. അതുപോലെ തന്നെ അവരൊക്കെ മീൻ പിടിക്കുന്ന ആൾക്കാരാണ്. ഉണ്ടോ ആ ഒരു ലേഡി മീൻ പിടിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളൊന്ന് മീൻ പിടിക്കാൻ വന്നത് ഭയങ്കര ചളിയിൽ താഴ്ന്നെടുക്കുന്ന മീനാണ്. അവിടെ നിന്ന് കാണുന്നത് ചെറിയ ചെറിയ മീൻ. പക്ഷെ നമുക്ക് നല്ലോണം കൈ കൊണ്ട് തപ്പി പിടിക്കണം. കൈ കൊണ്ട് ഗ്ലൗസ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല, കൈ കൊണ്ട് തന്നെ തപ്പി പിടിക്കാൻ പറ്റും. ചളിയിലുള്ളിലായിരിക്കും മീൻ ഉണ്ടാകുക. ഈ വരാൽ മീനൊക്കെ ഉണ്ടല്ലോ, ഇതിൽ ഇഷ്ടം പോലെ ആൾക്കാർ പിടിച്ച് പോയ പാടുകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് വന്നതാണ്. മീൻ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കിട്ടും. മീൻ പിടിച്ചുള്ള പരിചയമല്ല, അതുകൊണ്ട് മീൻ ഇഷ്ടം പോലെ ഉണ്ട്, കാണുന്നുണ്ട്. ചെറിയ ചെറിയ മീൻ ഇതാ ഉണ്ടോ, അനങ്ങുന്നുണ്ടോ? സൗണ്ട് കിട്ടല്ലേ? എന്നാൽ അപ്പോൾ നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. മീൻ കിട്ടുമെന്നില്ല അറിയില്ല, മീൻ കിട്ടുമെന്നില്ല അറിയില്ല. നോക്ക്, ചെരുപ്പിട്ടാന്ന് പോകും. ചെരുപ്പിട്ടിറങ്ങിയതാണ്. അത് ചെറുതാ വരിക്ക് വരുമോ? ചെറിയ ചെറിയ മീന, ചെറിയ മക്കള് ഇതൊക്കെ കണ്ടോ? ഈ മീനിന്റെ മക്കളത് കണ്ടോ? കണ്ടോതാ ചെറിയ ബ്രാൻഡ് മക്കളത് കണ്ടോ? ഇതാണ് വരാൽ മീൻ. പോയി വലുതാ. എന്താ പാമ്പുണ്ടാവില്ല. ഇതുപോലെ പൊത്തുണ്ടല്ലോ. പക്ഷെ മീനിലെ മീനില്ല. ഇവിടെ ഉണ്ട് കണ്ടോ? കറക്റ്റ് ഞാൻ പറഞ്ഞേ. ഫസ്റ്റ് എന്താ പറയുക, കൊഴുത്ത സാധനം പാമ്പാണെന്ന് അറിയില്ല. കണ്ടോ? അവിടെ നോക്കേ, കറക്റ്റ് കണ്ടോ? വലിയ മീനാ. ആരെയും വിളിക്കണോ? പാമ്പാണ് മീൻ. എന്താ കണ്ടോ പുറത്ത് എന്താ പോയി. ഉണ്ടോ? എത്ര പെട്ടെന്ന് കിട്ടിയത്? ബ്രാലാണ് കേട്ടോ, വരാൽ മീൻ. ഒന്നിനെ കിട്ടി. ഒരു കവർ എന്താ വേണ്ടേ? എന്നൊരു സുഖമില്ലാത്തത് നോക്ക്. മീനൂട്ടാ അവിടെ. ഇതെങ്ങനെ കൊണ്ട് നോക്കുക, കവറില്ല. അവിടെ കുത്താൻ ഇതിനെ സേഫ് ആക്കണല്ലോ. കവറല്ലോ.
കവർ ഇടാം. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, ഇവിടെ നിന്ന് ചാടിയിട്ടുണ്ട്. എവിടെ പറയും ഇവിടെ ഇവിടെ കാണിച്ചില്ല, ഇന്ന് ഇവിടെ ഉണ്ട്. ഇവിടെ 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 ഒന്ന് കേട്ടോ കേട്ടോ അമ്മ പാമ്പ് പോലെ പോണ്. ഓ ചാണിയിലുള്ളിൽ പോയി, ഉള്ളിൽ പോയി നോക്കേ. രണ്ടാമത്തെ ഇട്ട് ഒരു കവർ. ആ കവർ ഇട്. ഇവിടെ നിന്നൊരു ചാടി ഇടും. ഇവിടെ നിന്ന് അതിശയം തന്നെ കേട്ടോ, ഇത്രയും മീന്, ഇത്രയും അധികം മീൻ. അതാ ദൂക്ക് ദൂക്ക് കണ്ടോ, കണ്ടോ കാണുന്നുണ്ടോ? എൻ്റെ അമ്മ ഏതാ അതാ ദൂക്ക്. കണ്ടോ രണ്ടെണ്ണം. എൻ്റെ അമ്മ. പക്ഷെ ഇവിടെ നേരത്തെ ഒന്ന് ചാടിയുണ്ട്. 3 കിട്ടി. 3 അത് ഭയങ്കര ശക്തിയാണ്. ആ കവറിലിട്, ആ കവർ പിടിക്കും. ചാടി പോണത് 3 കിട്ടി. നോക്കണേ, നോക്കണേ. അപ്പം അത് തന്നെ ഉണ്ടോ? ഞണ്ടല്ലോ. ഇഷ്ടം പറഞ്ഞു കിട്ടോടെ. നമ്മൾ ഇതിനകത്ത് വെള്ളം ഇല്ലാന്ന് വിചാരിക്കും, പക്ഷെ ചളിയനുള്ളിലേക്ക് പോകാൻ മീൻ കറക്റ്റ് ഉള്ളിൽ പോയിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ മണിക്കൂറോളം ദിവസങ്ങളോളം ഇങ്ങനെ ചട്ടിനുള്ളിൽ കിടക്കുന്നത്. ഞണ്ടുണ്ട്, ഇഷ്ടംപോലെ ഞണ്ട, ചെറിയ ഞണ്ട്. ഇതിന്റെ മക്കളൊന്നും കണ്ടില്ല, ചെറിയ പൊടി മക്കൾ. ഇവിടെ തോന്നുന്നു നേരത്തെ ചാടിയുണ്ട്. ഞണ്ടുണ്ട് ഒറിജിനൽ. കയ്യായിങ്ങനെ വരും, ഞണ്ടിങ്ങനെ വരുന്നത്. ഇവിടെ ഞണ്ടുണ്ട്. ഇതേണ്ടോ ഇതുണ്ടോ കറക്റ്റ് പുറത്തേക്ക് വേണം. കണ്ടോ ഇത് ചത്തിരിക്കാൻ തോന്നുന്നു. ചത്താണോ? ചത്തുപോയി. ചത്തില്ല കുറച്ച് ജീവൻ കേട്ടോ. വെള്ളം ഇല്ലാഞ്ഞിട്ട് നിങ്ങൾ വരണ്ട് നിൽക്കാണ്ടോ, വെള്ളം ഇല്ലാണ്ട് അങ്ങനെ തന്നെ നിൽക്കുക. ചത്തിയില്ല, പക്ഷെ ജീവനുണ്ട്. കേട്ടോ കുറച്ച് വെള്ളം കൊടുത്തു നോക്കാം. കണ്ടോ ജീവനുണ്ട്, ചത്തിട്ടൊന്നുമില്ല. ചെറിയൊരു ജീവൻ. അപ്പൊ നാളത്തെ കിട്ടിട്ടോ, 4-മത്തേന്. ഇഷ്ടം പോലെ കാണും മീൻ പിടിക്കും ഇവിടുന്ന്. 4 8 കാണും. ഈ കവറിട്ടാലോ? ഇതേറ്റവും വലുതാ, ഇതേറ്റവും വലുത് നമുക്ക് കിട്ടിയത്. ഒരു 200 ഗ്രാമോ കാണും. അയ്യോ ഇത് ചെറുതാ.
ഇത് കുറച്ച് വലുപ്പമുണ്ട്. കാണിച്ചു കൊടുക്കും എൻ്റെ അമ്മ. തീരെ ശക്തിയില്ല, തീരെ ഒരു ഉഷാറില്ല. എന്താ അസുഖം വന്നോ തോന്നുന്നു. ഞാൻ കൂടെ പോയി അവിടെ. ഇതെന്താ അറിയോ ഈ സംഭവം? ഇതിനകത്ത് ഈ വെള്ളത്തിൽ ജീവിക്കുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇത് നമ്മൾ അപൂർവമായിട്ട് കാണാൻ പറ്റും ഇവിടെ. ഇത് കണ്ടോ, ഇതൊരു മരുന്ന് കൂടാണ്. ചെറിയ കുട്ടികൾക്ക് ഇതിൻ്റെ ഇറച്ചി വെച്ചിട്ട് സൂപ്പ് വെച്ച് കൊടുത്താൽ നിൽക്കാതെ നിൽക്കുന്ന ചുമയൊക്കെ ഉണ്ടോ അതൊക്കെ മാറിപ്പോന്ന് പറയുന്നത്. ഇത് ഞവണിക്കാന്ന് അങ്ങനെ പറയാം മലയാളത്തിൽ. ഇതിൻ്റെ ഇത് വലുതായിട്ട് പെരുവും ഇവിടെയൊക്കെ. ഇത് നല്ലൊരു മീറ്റാണ്, ഇതിൻ്റെ നല്ല ഇറച്ചിയാണ്. ഒരു ചെറിയ കുട്ടികൾ കിട്ടി. നമുക്ക് ആവശ്യത്തിനുള്ള അയക്കുന്നില്ലേ? 4 ആവശ്യത്തിനുള്ള ആയിട്ടുണ്ട്, ഇഷ്ടം പോലെ. ഒരു 1/2 കിലോ 1 കിലോന്റെ അടുത്തായിട്ടുണ്ട് മീൻ. അപ്പൊ ഈ ഒരു വയലൊക്കെ ഇഷ്ടം പോലെ മീൻ ഉണ്ടാവില്ലേ? എത്ര ഒരു ദിവസം. അപ്പൊ അവിടുന്ന് ഒരാൾ മീൻ പിടിക്കുന്നത് കണ്ട് അവർ പോയി അങ്ങോട്ട് പോയി. ചിലപ്പോൾ അവിടെ കിടക്കുന്നുണ്ടാവും. അപ്പൊ ഈ വയലിൽ എന്തോരം ഇതുപോലുള്ള മീനുണ്ടാവും, ഇഷ്ടം പോലെ ഉണ്ടാവില്ലേ? ഇത് വെള്ളം ഇറങ്ങി പോകുമ്പോ ഇവിടെ കുടുങ്ങി പോകുന്ന മീന്. അപ്പുറത്തേക്ക് പോയി നോക്കിയാലോ? അതിനെങ്ങനെ വാ, മീൻ ചാടിപ്പോവോ? വലിയ പൊത്തുകൾ അതാണ്ടോ, ഇതൊക്കെ വലിയ നല്ല താഴ്ചയുണ്ട്. ഇതാ കാലൻ അതിനുള്ളിൽ പോകും. എത്ര താഴ്ച, ഇതൊക്കെ നല്ല താഴ്ചയുണ്ട്. എന്താണ് ഇവിടെയൊക്കെ ഉണ്ടായാലും കിട്ടില്ല. എന്താ അറിയോ, നല്ല പുല്ല് അവിടെ. ആ ഒരു ഭാഗത്ത് നല്ല പുല്ല് കുറവുണ്ട്.
ഈ ഒരു ഭാഗത്ത് ഉണ്ടോ പുല്ലൊക്കെ ചാഞ്ഞെടുക്കുന്നുണ്ടോ? എന്തോ മീൻ പിടിച്ചതാ. ഈ കുറുക്കനൊക്കെ രാത്രി ഇഷ്ടം പോലെ വരുന്ന സ്ഥലമാണ്. കുറുക്ക പിടിച്ചതിന്റെ ബാക്കി ഉണ്ടാവും. ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് ഇവിടെ പോയിട്ടുണ്ട്. കറക്റ്റ് ഒരു കാലം തറഞ്ഞു. കാലിന് ഒരു കൊഴുപ്പ് പോലെ തോന്നി. വെള്ളം കലങ്ങി എടുത്തു. അവിടെ ഉള്ളിൽ പോയാൽ അറിയാൻ കൊള്ളു എങ്ങോട്ടാ പോയത്. അത് അത് രക്ഷപ്പെടുന്നു. ചളിനുള്ളിൽ പോയിണ്ടാവും. ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ 4 മീനെ കിട്ടിയിട്ടുണ്ടോ? 4 മീൻ അത് മതി ഇപ്പൊ തൽക്കാലത്തേക്ക്. നല്ല വെയിലാണ്. വെയിലാകുമ്പോൾ ഇവര് ക്ഷീണിച്ച് കിടക്കുക ചളീനെ മേലെ. വെള്ളം ഇല്ലാണ്ട്, വെള്ളം വളരെ കുറവാണല്ലോ. അപ്പൊ 4 മീനെ കിട്ടിയിട്ടുണ്ട്. ആ 4 മീനും കൊണ്ട് നമ്മൾ പോവുകയാണ്. ഇന്ന് ഫ്രൈ ആണ് ഇത്, വരാൽ ഫ്രൈ ഇന്ന്. നാളെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള മീനാണ്. ഇവിടെ ഒന്ന് കണ്ട്, ഇവിടെ ഒന്നുണ്ടായി. അവിടെ കിട്ടിയ 5 വെള്ളം തീരല്ല. പക്ഷെ ഇത് ചളിനുള്ളിൽ പോയാൽ പിന്നെ കാണും. ചളി നല്ല താഴ്ച. ഞണ്ട്, ഈ ഞണ്ടാ നേരെ ഇരിക്കാൻ ഞണ്ട് വേണ്ടതാ. ചെറിയ ഞണ്ടാ. കടി കടിക്കടോ കടിക്ക്. ഇത് കൈ നെഞ്ചത്ത് വെച്ച് കിടക്കുന്നു. ഇതല്ല ഒരു സാധനം ഉണ്ട് ഇവിടെ. ഒരു മീൻ അവിടെ കണ്ട്. എങ്ങോട്ടാ എത്ര പെട്ടെന്നാ പോണെന്നറിയാം. പെട്ടെന്നാ പോയത്. ചിലപ്പോൾ ഇടവത്തി കാണും. അതിൻ്റെ കൂടെ അങ്ങോട്ട് പോയി കാണും. പോവാ. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഒരു ഞണ്ടും 4 മീനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് മതി. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും ബൈ ബൈ.